ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയിലയും മീൻമുട്ടയും വെച്ചൊരു റെസിപ്പി ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ മുരിങ്ങയിലയും പരിഞ്ഞിലും കൂടി ഇട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാനാണ്. നമുക്ക് ഈ മുരിങ്ങയില ഇറുത്തെടുക്കാം. അങ്ങനെ മുരിങ്ങയിലയെല്ലാം ആവശ്യത്തിനുള്ളത് ഇറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻമുട്ട ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമുക്ക് ഈ മീൻമുട്ടയൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഇടുന്നത് കാന്താരിമുളകാണ്. ഇത് വെള്ളക്കാന്താരിയാണ്, പാൽക്കാന്താരി എന്നൊക്കെ പറയും. മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പരിഞ്ഞില് വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും മുളകും ഒക്കെ ഇട്ട് വഴറ്റി വെച്ചിരുന്ന ആ ഒരു മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുവാണേ. നമ്മൾ ഇതുവരെ എണ്ണ ഒഴിച്ചില്ല, വെറുതെ പരിഞ്ഞിൽ വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം.
ഞാൻ ഒരുപാട് മുരിങ്ങയില ഉണ്ടെന്നും പറഞ്ഞ് കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ മുരിങ്ങയില കാണാനില്ല, മീൻമുട്ട മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ഒക്കെ മുരിങ്ങയില എടുത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചെറിയ മത്തി മീനൊക്കെ വാങ്ങിക്കുമ്പോഴേ അതിൽ പരിഞ്ഞിലുണ്ട്. ആ പരിഞ്ഞിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ മുരിങ്ങയിലയും മീൻമുട്ടയും കൂടെ ഇട്ട് വെച്ച റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഈ മീൻമുട്ട മുരിങ്ങയില റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.